ഹിസ്റ്ററി ടിപ്സിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. LP-UP എക്സാം റിലേറ്റഡ് ആയിട്ടുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻസിലൂടെയാണ് നമ്മൾ പോകുന്നത്. കൊച്ചി രാജ്യപ്രജാമണ്ഡലവുമായി ബന്ധപ്പെട്ട് മുൻപ് LP-UP എക്സാമുകളിൽ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഓരോ ക്വസ്റ്റ്യൻസിനും അതിൻ്റെ എക്സ്പ്ലനേഷനും നമ്മൾ നൽകുന്നുണ്ട്. അപ്പോൾ നോക്കാം. കൊച്ചി രാജ്യപ്രജാമണ്ഡലം കൊച്ചി കേന്ദ്രീകരിച്ച് ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയ സംഘടനയായിരുന്നു കൊച്ചി രാജ്യപ്രജാമണ്ഡലം. കൊച്ചി കേന്ദ്രീകരിച്ച് ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയ സംഘടനയായിരുന്നു കൊച്ചി രാജ്യപ്രജാമണ്ഡലം. കൊച്ചി രാജ്യപ്രജാമണ്ഡലം സ്ഥാപിച്ചത് VR കൃഷ്ണൻ എഴുത്തച്ഛനാണ്. കൊച്ചി രാജ്യപ്രജാമണ്ഡലം സ്ഥാപിച്ചത് VR കൃഷ്ണൻ എഴുത്തച്ഛനാണ്. 1941 ജനുവരി 26 കൊച്ചി രാജ്യപ്രജാമണ്ഡലം സ്ഥാപിതമായത്. ഇതിൻ്റെ സ്ഥാപകരാണ് S നീലകണ്ഠ അയ്യർ, VR കൃഷ്ണൻ എഴുത്തച്ഛൻ എന്നിവർ. കൊച്ചി രാജ്യപ്രജാമണ്ഡലത്തിൻ്റെ സ്ഥാപകരാണ് S നീലകണ്ഠ അയ്യർ, VR കൃഷ്ണൻ എഴുത്തച്ഛൻ എന്നിവർ. കൊച്ചി രാജ്യപ്രജാമണ്ഡലത്തിൻ്റെ നേതാക്കളാണ് ഇക്കണ്ട വാര്യർ, K അയ്യപ്പൻ, പനമ്പള്ളി ഗോവിന്ദമേനോൻ എന്നിവർ. കൊച്ചി രാജ്യപ്രജാമണ്ഡലത്തിൻ്റെ നേതാക്കളാണ് ഇക്കണ്ട വാര്യർ, K അയ്യപ്പൻ, പനമ്പള്ളി ഗോവിന്ദമേനോൻ എന്നിവർ. കൊച്ചി രാജ്യപ്രജാമണ്ഡലത്തെ നിരോധിക്കാൻ ഉത്തരവിറക്കിയ കൊച്ചി ദിവാനായിരുന്നു AFW ഡിക്സൺ. കൊച്ചി രാജ്യപ്രജാമണ്ഡലത്തെ നിരോധിക്കാൻ ഉത്തരവിറക്കിയ കൊച്ചി ദിവാനായിരുന്നു AFW ഡിക്സൺ. അപ്പോൾ കൊച്ചി കേന്ദ്രീകരിച്ച് ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയ സംഘടനയായിരുന്നു കൊച്ചി രാജ്യപ്രജാമണ്ഡലം. സ്ഥാപിതമായത് 1941 ജനുവരി 26. സ്ഥാപകരായിരുന്നു S നീലകണ്ഠ അയ്യർ, VR കൃഷ്ണൻ എഴുത്തച്ഛൻ എന്നിവർ. കൊച്ചി രാജ്യപ്രജാമണ്ഡലത്തിൻ്റെ നേതാക്കളായിരുന്നു ഇക്കണ്ട വാര്യർ, K അയ്യപ്പന്, പനമ്പള്ളി ഗോവിന്ദമേനോൻ എന്നിവർ. കൊച്ചി രാജ്യപ്രജാമണ്ഡലത്തെ നിരോധിക്കാൻ ഉത്തരവിറക്കിയ കൊച്ചി ദിവാനായിരുന്നു AFW ഡിക്സൺ. ഇക്കണ്ട വാര്യർ പ്രധാനമന്ത്രിയായി കൊച്ചിയിലെ ആദ്യത്തെ സമ്പൂർണ്ണ പ്രജാമണ്ഡല മന്ത്രിസഭ നിലവിൽ വന്നത് 1948. ഇക്കണ്ട വാര്യർ പ്രധാനമന്ത്രിയായി കൊച്ചിയിലെ ആദ്യത്തെ സമ്പൂർണ്ണ പ്രജാമണ്ഡല മന്ത്രിസഭ നിലവിൽ വന്നത് 1948. പ്രജാമണ്ഡലത്തിൻ്റെ അവസാന വാർഷിക സമ്മേളനം നടന്നത് തൃശ്ശൂരിലായിരുന്നു. ആദ്യത്തെ വാർഷിക സമ്മേളനം ഇരിങ്ങാലക്കുടയിലാണ് നടന്നത്. അപ്പോൾ പ്രജാമണ്ഡലത്തിൻ്റെ അവസാന വാർഷിക സമ്മേളനം തൃശ്ശൂരിൽ, ആദ്യത്തെ വാർഷിക സമ്മേളനം ഇരിങ്ങാലക്കുടയിലുമാണ് നടന്നിട്ടുള്ളത്. കൊച്ചി രാജ്യപ്രജാമണ്ഡലം INC-യിൽ ലയിച്ച വർഷം 1948. കൊച്ചി രാജ്യപ്രജാമണ്ഡലം INC-യിൽ ലയിച്ച വർഷം 1948. ഈ വർഷം തന്നെയാണ് ഇക്കണ്ട വാര്യർ പ്രധാനമന്ത്രിയായി കൊച്ചിയിലെ ആദ്യത്തെ സമ്പൂർണ്ണ പ്രജാമണ്ഡല മന്ത്രിസഭ നിലവിൽ വന്നിട്ടുള്ളത്. കൊച്ചിയിലെ പ്രധാനമന്ത്രിമാരായിരുന്നു പനമ്പള്ളി ഗോവിന്ദമേനോൻ, TK നായർ, ഇക്കണ്ട വാര്യർ എന്നിവർ. അവസാന പ്രധാനമന്ത്രിയും ഇക്കണ്ട വാര്യർ ആയിരുന്നു. ആദ്യത്തെ പ്രധാനമന്ത്രി പനമ്പള്ളി ഗോവിന്ദമേനോൻ. കൊച്ചിയിലെ അവസാന പ്രധാനമന്ത്രി ഇക്കണ്ട വാര്യർ. അദ്ദേഹത്തിൻ്റെ കാലത്താണ് കൊച്ചിയിലെ ആദ്യത്തെ സമ്പൂർണ്ണ പ്രജാമണ്ഡല മന്ത്രിസഭ 1948 നിലവിൽ വന്നു. ഇതേ കാലഘട്ടത്തിൽ തന്നെയാണ് കൊച്ചി രാജ്യപ്രജാമണ്ഡലം INC-യിൽ ലയിച്ചത്. ഇനി നമുക്ക് കൊച്ചി രാജ്യപ്രജാമണ്ഡലത്തെക്കുറിച്ച് ഒന്നും കൂടി നോക്കാം. കൊച്ചി രാജ്യപ്രജാമണ്ഡലം രൂപീകൃതമായ വർഷം 1941 ജനുവരി 26. രൂപീകരിച്ച സ്ഥാപകർ ആരായിരുന്നു? S നീലകണ്ഠ അയ്യർ, VR കൃഷ്ണൻ എഴുത്തച്ഛൻ. പ്രധാനപ്പെട്ട നേതാക്കൾ ഇക്കണ്ട വാര്യർ, K അയ്യപ്പൻ, പനമ്പള്ളി ഗോവിന്ദമേനോൻ എന്നിവർ. പ്രജാമണ്ഡലത്തിൻ്റെ ആദ്യ വാർഷിക സമ്മേളനം നടന്നത് ഇരിങ്ങാലക്കുടയിൽ, അവസാന വാർഷിക സമ്മേളനം നടന്നത് തൃശ്ശൂരിൽ. ഇക്കണ്ട വാര്യർ പ്രധാനമന്ത്രിയായി കൊച്ചിയിലെ ആദ്യത്തെ സമ്പൂർണ്ണ പ്രജാമണ്ഡല മന്ത്രിസഭ നിലവിൽ വന്നത് 1948. കൊച്ചി രാജ്യപ്രജാമണ്ഡലം INC-യിൽ ലയിച്ച വർഷം 1948. കൊച്ചി കേന്ദ്രീകരിച്ച് ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയ സംഘടനയാണ് കൊച്ചി രാജ്യപ്രജാമണ്ഡലം. കൊച്ചി രാജ്യപ്രജാമണ്ഡലത്തെ നിരോധിക്കാൻ ഉത്തരവിറക്കിയ ദിവാനായിരുന്നു
AFW ഡിക്സൺ. കൊച്ചിയിലെ പ്രധാനമന്ത്രിമാരാണ് പനമ്പിള്ളി ഗോവിന്ദമേനോൻ, TK നായർ, ഇക്കണ്ട വാര്യർ എന്നിവർ. കൊച്ചിയിലെ അവസാനത്തെ പ്രധാനമന്ത്രിയാണ് ഇക്കണ്ട വാര്യർ. കൊച്ചിയിലെ ആദ്യത്തെ പ്രധാനമന്ത്രിയായിരുന്നു പനമ്പിള്ളി ഗോവിന്ദമേനോൻ. ഇത്രയാണ് കൊച്ചി രാജ്യ പ്രജാമണ്ഡലത്തെക്കുറിച്ച് പറയാനുള്ളത്. മറ്റൊരു വീഡിയോയുമായിട്ട് അടുത്ത് കാണാം. ഓക്കെ, താങ്ക് യു.